എന്നല്ല. ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കേറിയിരിക്കാനുള്ള വണ്ടിയൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്ക്, അയാളാ ഷാപ്പിലുണ്ട്. ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചത്. പിന്നെ ഇയാളാണ്. ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴും കാശ് വാങ്ങിച്ചു. അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നോ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. എന്താ? നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കയറിക്കോളാം. ഇവരെന്താ കാശ് ചെയ്യുന്നേ? നിങ്ങളുടെ കാശ് പെട്ടിയും മട്ടി എന്താന്ന് വെച്ചാൽ ഇറക്കി. ഈ വണ്ടി പോകത്തില്ല. എനിക്കെങ്ങും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ട് വിട്ടേനെ. മിണ്ടരുത്. തമ്പനാൻ ചേട്ടൻ ഒരു അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിക്കോ. പാവങ്ങളാ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ബസൂലിയുടെ 4 ഇരട്ടിയാ ഞാൻ അടിച്ചെടുത്തത്. ഒന്നുമില്ലേലും വഴിച്ചേരാനുള്ള കാശ് ഇങ്ങനെ ഒത്തില്ലേ? കാളക്കൂട്ടന്മാരെന്തായാലും വണ്ടി വലിക്കണം. അക്കൂട്ടത്തിൽ ഈ 2 എണ്ണത്തിൽ കൂടെ വലിച്ചോട്ടെ, നമുക്കെന്താ കുഴപ്പം? നീ അതൊക്കെ സമ്മതിക്കും. കള്ള് മോന്താൻ കയറിയപ്പോഴും എനിക്കറിയായിരുന്നു എന്തെങ്കിലും പുരുവാൻ ഒപ്പിക്കുമെന്ന്. തല്ലൊന്നും ഉണ്ടാകില്ലല്ലോ. ഇതിലും ഭേദം അതായിരുന്നു. കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് ചീത്ത കേൾപ്പിച്ചു. നീ വന്ന് വണ്ടി മിണ്ടാതിറക്കാൻ പറയാനോട്. ഉറക്കത്തില്ല. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ. ഇത് ശരിയാവില്ല. ഞാൻ ഇറക്കി വിടും കേട്ടോ. ഉറക്കത്തില് ബോധമില്ലാതെ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യും? കള്ളപ്പന്നിന്റെ അമ്മന്റെ അനിയത്തിന്റെ ഭാര്യന്റെ മോനെ എന്താണ് വണ്ടി 16 അടിയന്തരം ഞാനിന്ന് സാരമില്ല. ഇനി അയാളൊന്നും ഇയാളെ ഈ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഉറക്കപ്പിച്ച് പറയുന്നല്ലേ? ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല. ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നുണ്ടവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ജീവനോടെ കുഴിച്ചുകൂടും. ഇയാൾക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഉറങ്ങിക്കിടക്കുന്നവരോട് വഴക്കടിക്കാൻ. ഇത് വലിയ ശല്യമായല്ലോ. പാതിരാക്കി പരിപാടി കിടന്ന് വഴക്കടിക്കാൻ പറഞ്ഞിട്ടോന്നെ. ഏതായാലും വലിച്ച് തലേ വെച്ചു. ഇത് സഹിച്ചല്ലേ പറ്റൂ. നീ വണ്ടി കയറാൻ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. പിന്നെ അടുത്ത വെളിച്ചം കാണുന്നിടത്ത് 2 ഞാൻ ഇറക്കി വിടും. ഇത് 2 സമ്മതിച്ചാൽ ഞാൻ വണ്ടി കളിക്കാം. ഇല്ലേ തമ്മറം ചാടും തളിച്ചാൽ ഞാൻ നടന്നു. സമ്മതിച്ചു. നീ വണ്ടി കയറേ. നിന്റെ അച്ഛനാ പുല്ല എത്തണ്ടി നാറി.
തമ്പ്രാൻ ചേട്ടാ അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കേ. എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട് രണ്ടിന്റെ പോളെ. ശബ്ദമൊന്നും ഇല്ലല്ലോ. ചത്ത രണ്ടും ഇറങ്ങാൻ റെഡി ആയിക്കോ. ചേട്ടോ ഒരു ഡബിൾ സ്ട്രോങ് ചായ എടുത്തേ. തമ്പ്രാൻ കുഞ്ഞില്ലേ? ഉണ്ട്. അവിടെ ചായ ഒന്നും വേണ്ട, പിരി. വഴിന്ന് രണ്ട് ഉപദ്രവങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇവിടെ ഇറക്കി വിടാൻ പോവാ. വെളുക്കുന്നിടം വരെ ഈ കടയുടെ ഒതുക്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. കിഴക്കുന്നവരുന്ന് ആദ്യം വണ്ടിക്ക് പോയിക്കോളും. ആ ഇറങ്ങിറങ്ങ. മനുഷ്യനായ കുറച്ച് മാന്യതയൊക്കെ വേണം. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെയും കള്ളു കുടിച്ച് ബോധമില്ലാത്ത കിളവനെയും നട്ടപ്പാതിലാക്കി നടുലോട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെ കാണിച്ച പോക്കത്തില്ലോ. കള്ളു കുടിച്ച് ബോധമില്ലാതെ അയാൾ വല്ലതും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് ആ പാവം പെണ്ണെന്ത് അയ്യോ അവള് പാവമൊന്നുമല്ല, അവളുടെ കഴുത്തിന് വെട്ടി നാക്കാ. ആളാ മുട്ടിയ ചേരെ കടിക്കും. നിവൃത്തികേട് കൊണ്ട് അവള് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ഇല്ല, എന്ത് പറഞ്ഞാലും ശരി. നീ ഒന്നും പറയണ്ട. ഇട നിന്റെ പെങ്ങൾ ചിന്നൂനാണ് ഇങ്ങനൊരു ചുറ്റുപാട് വന്നതെന്ന് വിചാരിക്കുക. നീ സഹിക്കോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകാൻ പോണില്ല. വെളുത്ത് കഴിയുമ്പോൾ നമ്മൾ മീനാക്ഷിപുരത്ത് എത്തും. അതുവരെ ആ കിളവ ഞരങ്ങോ പോളോട്ട് ചെയ്താൽ നീ അതൊക്കെ തൂക്കാനൊന്നും പോണ്ട. എന്താ പോയി ചാടിച്ചിട്ടോ ചെല്ലേ പോ പോ. മച്ചി ഇതേത് സ്ഥലം? മച്ചി ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? അമ്മച്ചി മിണ്ടൂല്ലേ? ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? വഴി ഏത് അമ്മച്ചി? അയ്യാ രാസകുമാരിയുടെ സയനം കണ്ടേ. എണീക്കേ ദൈവമേ, ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? അയ്യോ തമ്പ്രാൻ ചേട്ടൻ എവിടെ? തമ്പ്രാൻ ചേട്ടാ പൊട്ടി നിന്നോട് ചോദിച്ച തമ്പ്രാൻ ചേട്ടൻ എവിടെ? എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞ എല്ലാരും കയറിയെന്ന്? എനിക്ക് ഓർമ്മയില്ല. നീ എന്താ കള്ളു കുടിച്ചിരുന്നോ? ഓർമ്മയില്ല പോലും. ദൈവമേ, അങ്ങേരെ അവന്മാരെല്ലാം കൂടെ തല്ലിക്കൊന്നും. ദൈവത്തിനാണ് തമ്പ്രാൻ ചേട്ടൻ എന്തെങ്കിലും പറ്റിയത് നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വെക്കും ഞാൻ. അങ്ങനെ കയറാത്തിന് ഞാൻ എന്തോ ചെയ്യണം? നീ ഇങ്ങോട്ടിറങ്ങി തലകുത്തിക്കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാറ്റ് വഴിയാണെന്ന്? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ വന്നതാ. ഇരുട്ട് വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്. വഴി കാണിച്ചേരെ. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? സൗകര്യല്ലടി ആട്ടക്കാരി, കഴിഞ്ഞാട്ടക്കാരി. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടല്ലോ ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. കഴിക്കുന്ന എന്റെ അടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ് പഠിപ്പിക്കാനടി കോമരം. ഇയാളോട് സംസാരിച്ച ശരിയാവൂല. താ ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ലത്. നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല. അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും.
അതുവരെ മിണ്ടി അതിന്റെ വായിക്കാതെ കുത്തു കരുതരും നടക്കാളെ എന്റെ അമ്മയുടെ കാറ്റിനകത്ത് കേട്ടിരിക്കും. വല്ല കാര്യമുണ്ടോ കാറ്റിനകത്തൂടെ കയറി ഓടിയിട്ട്? കുറെ നാളായില്ലേ ചന്തയ്ക്ക് പോകുന്നത്, ഇതുവരെ വഴി അറിഞ്ഞൂടെ? ചുമ്മാ അല്ല നിന്നെ കാളയെന്ന് വിളിക്കുന്നത്. മൃഗങ്ങളായാലും ഇത്തിരിയൊക്കെ ബോധം വേണം. ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? എല്ലിന്റെ വന്തേക്കൊത്തി. അല്ല, മലയാളം. മലയാളം അറിയാമോ? മലയാളം നീ അത് കൊത്തത്തില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം. ആ ആ കാളവണ്ടി ഞാൻ ആ, ആ. കാട്ടിക്കൂടെ വഴി തെറ്റി ഇവിടെ ആ. പുരിഞ്ച രക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധിച്ച് കേക്കണം. ശ്രദ്ധിച്ച്. ആ ശ്രീഹള്ളി ആ ഹള്ളി. ആ ഞങ്ങക്ക് പോണം അങ്ങോട്ട്. അങ്ങോട്ട് അങ്ങള് ഓ അങ്ങള്. അവിടെ പോണം. ഓ പോളം. ആ അതെ, അങ്ങള് പോളം. ഓ അങ്ങള് പോളം. അത് തന്നെ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അങ്ങള് പോളം. എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷയായി. ശ്രീഹള്ളി പോളം വളി. വഴി ശ്രീഹള്ളി പോണ വഴി ഏത്? അದೇನು ಗೊತ್ತಿಲ್ಲ ಒಂದು ಕಿರುಕನ ಕಾಣ್ತಾ ಇದ್ದಾನೆ. ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. അതാണ്. നിന്നെന്താ ആ അത് തന്നെ. അത് ശരി. വഴി കുത്തിരിക്കാൻ ചോദിച്ചു പോവാൻ പറ്റി. ഈ ഉടുകി ഇവൻ ജൊതേ ബന്ധം കാണത്ത്. ഇങ്ങനത്തെ ഇത് ഒരു ചാള ಛಾಯ ചായ. ಅಲ್ಲಿ ಒಂದಾ ಅಲ್ಲಿ ಒಂದಾ ഇവളുടെ ചായയുടെ പൈസ വേറെ, ഞാൻ തരൂല. ആ എടുത്താൻ ഒരു ಶ್ರೀಹಳ್ಳಿ ಇಲ್ಲಿಂದ ಎಷ್ಟು ದೂರ ಆಗುದು? ಒಂದೂವರೆ ದಿವಸ ಆಗ್ತದೆ. ಓ ಹಂಗೇನ. ಒಂದೂವರೆ ದಿವಸ ಪ್ರಯಾಣ ಆಗ್ತದೆ. ಹೌದು. ഇവക്കിതെങ്ങനെ അറിയാം? നീ കാട്ടുജാതിയാ? അതാണ് കൊരങ്ങിന്റെ സ്വഭാവം. എന്നോട് മിണ്ടണ്ട. മിണ്ടണ്ടെന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്മാര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് നാട്ടിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ? അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി. എത്തുമ്പോ എത്തട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും. നിനക്ക് കാണൂല, നിന്നെ വീടും കൂടുവൊന്നുമില്ല, അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ? എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. പിന്നെ നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക. കാർത്തുമ്പി പോയി വഴി ചോദിക്ക. ഞാൻ വേണേ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. പിന്നെ വഴി ഞാൻ ചോദിക്കാം. ഓ പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നേക്ക് മുദ്ദു ഗൗ. അതെന്തോന്നു? മുദ്ദു ഗവു. മുദ്ദു ഗൗ. അയ്യേ, ഒരിക്കലും അതൊന്നായിരിക്കും. ഏ
ചോദിച്ചാ വഴിയുണ്ട്, പക്ഷേ 2 നാള് കഴിഞ്ഞേ പോവാൻ പറ്റൂന്ന്. അതെന്താ? പുഴയില് മലവെള്ളം ഇറങ്ങിയിട്ട് കാട്ടുവഴി മൂടിക്കിടക്കുക അത്ര. പുഴ ഇങ്ങോട്ട് ഒരു പുഴയും കടലൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു വഴി അവർക്കാർക്കും അറിയില്ലാന്ന്. പുഴയിൽ വെള്ളം ഉണ്ടെന്ന് ഈ തോലന്മാർക്ക് എങ്ങനെ അറിയാം? തേനും കൊണ്ട് ചന്തയ്ക്ക് പോയ കാടന്മാര് മടങ്ങി എത്തിയിട്ടില്ല, അക്കരെ കുടുങ്ങിയിരിക്കാന്ന്. അപ്പുറത്താ നമ്മുടെ നാട്, ഇത് മൈസൂരാ. മൈസൂരാ? ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തൊരു ഗതി കൊടുക്കരുത്. ഈ വഴി മാറി എവിടെയെങ്കിലും കിടക്കണമെന്ന് അവര് പറയണത്. അതിന് സന്ധ്യ കഴിഞ്ഞാ ഈ വഴി കാട്ടാൻ ഇറങ്ങുന്നു. പക്ഷേ തീ കൂട്ടിയിട്ടിരിക്കണണ്ട അടുത്ത് വരില്ല അത്രേ. എവാളുതേ അക്കരയേലു, എവാളുതേ അക്കരയേലു. ചീലാക്കോട്, ആ ചീലാക്കോട്. എവാളുതേ അക്കരയേലു അരി, അതിനാണ് എവാളുതേ അക്കരയേലു. ഇങ്ങനൊരു ഭാഷ ഈ ഭൂലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. ഇവക്കിതെങ്ങനെ അറിയാം? മുദ്ദുകവും ഇത് വെച്ചോണ്ട് അവള് കുറച്ചായിട്ട് കളിക്കുന്നുണ്ട്. ഇവനോട് ചോദിക്കാം. 3 മുദ്ദുകവു. അമ്മച്ചി ചോദിച്ചാലോ? ಮುದ್ದಗವು ಏನೋ ಏನೋ ಎಂದೆ ಏನ್ ಕೇಳ್ದೆ ನಾನು ಕೊಂದಾಕ್ಬಿಟ್ರೆ ನೋಡು ಮಗನೇ ನಮ್ಮೂರಿಗೆ ಬಂದು ನನ್ನ ಹತ್ರನೇ ಮಾತಾಡ್ತಾ ಇದ್ಯಾ ಈ ಕಡೆ ಬಂದ್ ನೋಡು ಏನ್ ಮಾಡ್ತೀನಿ